ഇപ്പൊ നോക്കിക്കേ നമ്മുടെ സോപ്പ് നോക്കിക്കേ നല്ല അടിപൊളിയായി ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ റെഡ് ഉണ്ടാക്കി അറിയാതെ ഒരു റെഡ് കൂടെ ഉണ്ടായിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത സോപ്പ് വന്ന് കേട്ടോ, എല്ലാം സോപ്പ് എടുത്ത് അടിപൊളി സോപ്പായി പോവുകയാണ് കേട്ടോ. നമ്മളിവിടെ കൈ കഴുകാൻ പോവാണ്. ഇതിനൊരു പ്രത്യേകമായിട്ടുള്ള സോപ്പാണ് ഞാൻ ഉണ്ടാക്കിയ സോപ്പ് മാത്രം. നല്ല പെർഫെക്ഷനിൽ നല്ലപോലെ പദായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഐ എം ജോൺ സ്പെൻസർ. ഇന്ന് ഞാൻ നിങ്ങൾക്കാണെങ്കിൽ ഒരു സോപ്പ് ഉണ്ടാക്കി തരാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സോപ്പ് ഉണ്ടാക്കിയിട്ട് അത്രയും നന്നായില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്കുണ്ടായ 6 കളറിലുള്ള സോപ്പ്, 6 മണത്തിലുള്ള സോപ്പ്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഈ സോപ്പ് ബേസ് ആണ് ഇടണം. കണ്ട ഈ സോപ്പ് ബേസ്. അപ്പോൾ ഈ സോപ്പ് ബേസ് നമുക്ക് ആദ്യം വേണം. ഇത് എൻ്റെ ആക്ച്വലി 6 അച്ഛനുള്ള 6 മോൾഡ്. പിന്നെ ഇതൊക്കെ എൻ്റെ കളേഴ്സാണ് കേട്ടോ. 6 കളേഴ്സും 6 നാച്ചുറൽ ഓയിൽസ് ആണ് കേട്ടോ. നാച്ചുറൽ ഓയിൽസാണ്. ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഓരോ കളറിലും ഓരോ മണത്തിലും ഉണ്ടാക്കാൻ പറ്റാൻ സോപ്പ് മണ്ണുണ്ട്. അപ്പോൾ ആദ്യം ഈ സോപ്പ് പീസ് നമുക്കൊന്നാണെങ്കിൽ കട്ട് ചെയ്യണം. അപ്പോൾ കട്ടിന് പരിപാടി നോക്കിയാലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്താ കുഞ്ഞു പീസ് തന്നെ ഉണ്ട്. ഇനി അത് കട്ട് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് അത് മെൽറ്റ് ആവാനായിട്ടാണ്. അപ്പം നമുക്കിനി അത് ഉരുക്കുന്ന വരുവാൻ നോക്കിയാലോ. നമ്മൾ ചെയ്യാൻ പോകുന്ന ഡബിൾ പോലാണ്. അപ്പോൾ നമ്മളപ്പോൾ ഡബിൾ പോലെ എങ്ങനെ കാണിച്ചാൽ ആദ്യം ഈ സാധനത്തിട്ട് ഈ പാത്രത്തിലോട്ട് നോക്കിയിട്ടാണ്. ഓക്കെ, പാത്രത്തിൽ ഇട്ട് വേണം. നമ്മളിത് ഡബിൾ ബോയിലിന് സ്റ്റൈലിൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാനാണ്. ഇപ്പൊ ഒരു പാത്രം ഇപ്പൊ നമ്മൾ സ്റ്റൗവിൽ തീ കത്തിക്കുക. പിന്നെ നമ്മളാണെങ്കിൽ ചെയ്യേണ്ടത് ഒരു പാത്രം അതിൽ വെള്ളം നിറച്ച് നമ്മൾ ഇടത്ത് നമ്മൾ വെക്കാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഡബിൾ ബോയിൽ നമ്മൾ ചെയ്യുന്നത് സാധാരണ. അങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ശരിക്കും കരിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് ഉരുക്കി തുടങ്ങി. കുറച്ചുകൂടെ ഉരുക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ പൊടിക്കൊണ്ടിരിക്കുവാണ്. ഏകദേശം ഉരുക്കിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഉരുക്കാനുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പൊ നമുക്ക് പതുക്കെ നമുക്ക് മാറ്റി വെച്ച് നമുക്ക് സോപ്പ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ നമ്മൾ 6 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഓരോ കപ്പിൽ ഒഴിക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഗ്രീൻ കളർ ഒഴിക്കാം. അതിന് കുറച്ച് ഗ്രീൻ കളർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലെമൻ്റെ ആ ഓയിലും ലെമൺ ഗ്രാസിൻ്റെ ഓയിലും നമുക്ക് ഒഴിക്കും. അതിന് വേണ്ടിയിട്ടാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പച്ച കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നച്ചിൽ ഒഴിക്കാം കേട്ടോ. ഈ അച്ചിലാണ് കേട്ടോ നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. സ്കാഷ് ഇപ്പോൾ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അച്ഛൻ്റെ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലെമൺ ഗ്രാസ് സൂപ്പ് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്തത് നല്ല ബ്രൗൺ കളറും സാൻഡൽവുഡിന്റെ മണവുമാണ്. കളർ ഒരുപാട് ഒഴിക്കാൻ പാടില്ല, കുറച്ച് മതി. ഇനി നമുക്ക് മണം ഒഴിക്കാം. ഇത് സാൻഡൽവുഡ് ഓയിലാണ് കേട്ടോ. സാൻഡൽവുഡ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത അച്ചിലോട്ട് ഒഴിക്കണം. നമ്മൾ റോസിന്റെ മണവും റെഡ് കളറിനോട് എടുക്കാൻ പോവാം. മറ്റേ 2 കളറും കുറച്ച് ഡാർക്കായി പോയി. അപ്പൊ ഒഴിക്കുമ്പോ സൂക്ഷിക്കുക, കളർ കൂടി പോരുത്. അടുത്ത യെല്ലോയും ജാസ്മിനുമാണ്.
അടുത്ത കളർ പർപ്പിളും ലാവൻഡറും ആണ്. ഓക്കെ, നെക്സ്റ്റ് സൈഡിൽ നമുക്ക് അച്ഛനെ വിളിക്കാം. ഇനി ഒരു അച്ചൂടെ ഫ്രീ ആയിട്ടുള്ളൂ. ഞാനത് വിളിക്കാൻ പോകുന്നുണ്ട്. ഓറഞ്ച് കളറും മൂക്കര എന്ന് പറയുന്ന ഒരു ഓയിലാണ്. ഓക്കേ, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ സോപ്പ് റെഡി ചെയ്യാൻ പോകുന്നത് ഒരു 1 hour-എങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇപ്പൊ രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ സീൻസ് പോയി ടയർഡായി പോയത്. കുറെ നേരം ഷൂട്ട് ചെയ്യുവാണ് കേട്ടോ. എനിക്ക് ഉറങ്ങണ്ടാണ്, എനിക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. ഓക്കെ, എത്തിക്കാവോ? ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് സോപ്പ് റെഡി ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ബോറടിക്കുന്നുണ്ട്, നോക്കാം. ഒരെണ്ണം തൊട്ട് നോക്കിയല്ലോ. ഒരെണ്ണം നോക്കാണെങ്കിൽ തൊട്ട് പക്ഷേ അത് ഉണങ്ങിയിട്ടൊന്നുമില്ല. അത് ഇത്ര പെട്ടെന്നൊക്കെ വീഡിയോ എടുക്കാൻ ചെയ്യുവാണെങ്കിൽ ഒരെണ്ണം ഇത്ര പെട്ടെന്ന് ഉണങ്ങും. കാരണം വീഡിയോ എടുക്കുന്നുണ്ടാണ് അധിക സമയം എടുക്കുന്നത്. എനിക്കിനി ഫുഡ് കഴിക്കാനുണ്ട്. അപ്പൊ ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് ഇത് ട്രൈ ആവട്ടെ, സോപ്പ് ട്രൈ ആവട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ഞാൻ എനർജറ്റിക്കായിട്ട് ഞാൻ വരാൻ കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ തിരിച്ചു നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല എനർജറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സോപ്പ് കാണണ്ടേ? ഇത് 1 മണിക്കൂറായിട്ടില്ല. ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ സോപ്പ് നോക്കിക്കേ, നല്ല അടിപൊളിയായി ഇരിപ്പുണ്ട് കേട്ടോ. അടുത്ത് നമ്മളാണെങ്കിൽ ഊരി എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് പർപ്പിൾ എടുത്ത് അടുത്തത് റെഡ്, ഓറഞ്ച്, അടുത്തത് റെഡ്, അടുത്ത റെഡാണ്. തോന്നുന്നു ഞാൻ റെഡ് ഉണ്ടാക്കി അറിയാതെ ഒരു റെഡ് കൂടെ ഉണ്ടായിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. റെഡ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടുത്ത സോപ്പ് പോകുന്ന കേട്ടാ എല്ലാം സോപ്പും എടുത്ത് അടിപൊളി സോപ്പായി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് സോപ്പ് യൂസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമ്മളിവിടെ കൈ കഴുകാൻ പോവാണ്. ഇതിനൊരു പ്രത്യേകമായിട്ടുള്ള സോപ്പാണ് ഞാൻ ഉണ്ടാക്കിയ സോപ്പ് മാത്രം. നല്ല പെർഫെക്ഷനിൽ നല്ലപോലെ പദമായിരുന്നു. എല്ലാ 12 മണം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നല്ല അടിപൊളി പദം കേട്ടോ. ഞാൻ സോപ്പിട്ട് നമ്മുടെ കൈനെ കുട്ടിപ്പനാക്കി. ഇവിടെ ഫുൾ പതയാണ് കേട്ടോ. കൈകള് തേച്ച് നമ്മളാണെങ്കിൽ ഒരു കുട്ടപ്പനാക്കുന്നുണ്ട് കേട്ടോ. സോപ്പിട്ട് നമ്മൾ കഴുകി നല്ല അടിപൊളി സോപ്പ് കണ്ടോ. ഫ്രണ്ട്സ്, മതി. ഇറ്റ്സ് ജോൺ സ്പെൻസർ സൈനിങ് ഫ്രണ്ട്സ്. ഈ സോപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല സോപ്പ് ഉണ്ടാക്കുക. Okay friends, bye bye.